everyone, this is Dizon iPad Campus. ഞാൻ നിങ്ങളുടെ ഇംഗ്ലീഷ് ഫാക്കൽറ്റി ഫർഹാന ജിബിൻ. സോ വെൽക്കം ടു അവർ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് BA ഇംഗ്ലീഷ് സെക്കൻഡ് സെമ്മിൽ വരുന്ന അമേരിക്കൻ ലിറ്ററേച്ചർ എന്ന സബ്ജക്റ്റ് ആണ്. അപ്പോൾ അമേരിക്കൻ ലിറ്ററേച്ചറിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത്. ഇതിലെ ഫസ്റ്റ് കവിത എന്ന് പറയുന്നത് ഔട്ട് ഓഫ് ദ ക്രാഡിൽ എൻഡ്ലെസ്ലി റോക്കിംഗ് എന്ന പോമാണ്. ഇത് വാൾട്ട് വൈറ്റ്മാൻ്റെ ഒരു പോമാണ്. ഇത് MA ഇംഗ്ലീഷ് സെക്കൻഡ് സെമ്മിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ഈ ഒരു കവിതയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ആ ഒരു കവിതയെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ രണ്ടാമത് വരുന്നതാണ് ദ സോൾ സെലക്ട്സ് ഹെർ ഓൺ സൊസൈറ്റി എന്ന് പറയുന്ന പോം. എമിലി ഡിക്കിൻസൺ എഴുതിയ ഒരു കവിതയാണിത്. അപ്പോൾ നമുക്ക് ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് ഇങ്ങനെയാണ്: ഒരു മനുഷ്യന് എന്തുണ്ട്? സോൾ ഉണ്ട്. നമുക്ക് ഈ ഒരു ഇതിൻ്റെ ടൈറ്റിൽ കാണുമ്പോൾ തന്നെ അറിയാം എന്താണ് നമ്മുടെ സോളിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ പറയുന്നത് എന്നുള്ളത്. ഒരു മനുഷ്യന് എന്തുണ്ട്? സോൾ ഉണ്ട്, ആത്മാവുണ്ട്, നമ്മുടെ മനസ്സുണ്ട് എന്നൊക്കെ പറയൂല. അതേപോലെ നമുക്ക് എന്താണ്? ഒരു ആത്മാവുണ്ട്. ആ ആത്മാവ് ഇഷ്ടമുള്ള ആളുകളെ തിരഞ്ഞെടുക്കും, ഇഷ്ടമുള്ള കാര്യങ്ങൾ സ്വയം തീരുമാനിക്കുകയും ചെയ്യും. ഒരിക്കലും തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഈ സോള് ഒരിക്കലും തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലൊരു മാറ്റം വരില്ല. ആരെന്തൊക്കെ പറഞ്ഞാലും, എത്ര രാജാക്കന്മാരോ അല്ലെങ്കിൽ എത്ര പ്രശസ്തരായിട്ടുള്ള ആളുകൾ വന്നാലും ആ സോളിൻ്റെ തീരുമാനം എന്തില്ല, മാറൂല എന്നാണെന്ന് പറയുന്നത്. അതായത് യഥാർത്ഥ വിശ്വാസവും ഇഷ്ടവും ഒക്കെ എന്താണ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും മാറൂല എന്നാണ് പറയുന്നത്. ഇപ്പം ആരെ ഇഷ്ടപ്പെടണം, നമുക്ക് ഒരാളെ ഇഷ്ടപ്പെടണോ അല്ലെങ്കിൽ വേണ്ടയോ അല്ലെങ്കിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നതാണ്, നമ്മുടെ സോള് തീരുമാനിക്കുന്നതാണ്. അതൊരിക്കലും മറ്റുള്ളവർക്ക് വന്നിട്ട് എത്ര രാജാക്കന്മാരാകട്ടെ, എത്ര പ്രശസ്തരായിട്ടുള്ള ആളുകളാകട്ടെ, ആർക്ക് വന്നു കഴിഞ്ഞാലും അതിലൊരിക്കലും മാറ്റം ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അതെന്താണ്? നമുക്കുള്ളിലെ ആത്മാവാണ്. അതെന്താണ്? ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തെയും നമ്മൾ ആരെയൊക്കെ ഇഷ്ടപ്പെടണം, ആരുടെ കൂടെ ജീവിക്കണം, ആരുടെ കൂടെ സംസാരിക്കണം, അല്ലെങ്കിൽ ആരെയൊക്കെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് എന്താണ്? നമ്മുടെ മനസ്സാണ്, നമ്മുടെ ഉള്ളിലെ ആ ഒരു ആത്മാവാണെന്നാണ് പറയുന്നത്. അതങ്ങനെയല്ലേ? അപ്പോൾ നമുക്കൊരാൾ ഇഷ്ടമുണ്ട് വിചാരിക്കുക. അപ്പോൾ നമ്മളൊരു ഫ്രണ്ടിനെ ഇഷ്ടമുണ്ട്. ഇനിയിപ്പോൾ വേറൊരാൾ എന്തൊക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇഷ്ടം നഷ്ടമാകുമോ? ഇല്ല. നമുക്ക് യഥാർത്ഥമായിട്ട് ആ ഒരു ഫ്രണ്ടിനെ ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും അതെന്താകൂല, നഷ്ടപ്പെടൂല. അപ്പോൾ അത് തന്നെയാണ് ദ സോൾ സെലക്ട് ഹെർ ഓൺ സൊസൈറ്റി എന്ന് പറയുന്നത്. നമ്മുടെ സോളാണ്, നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മൾ എങ്ങനെ ജീവിക്കണം, നമ്മൾ ആരുടെ കൂടെ ജീവിക്കണം, നമുക്ക് ആരൊക്കെ ഫ്രണ്ട്സ് വേണം, ആരെ ഇഷ്ടപ്പെടണം എന്നൊക്കെ നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമ്മുടെ ഉള്ളിലെ സോളാണ് തീരുമാനിക്കേണ്ടത് എന്നാണ് എമിലി ഡിക്കിൻസൺ തൻ്റെ കവിതയിലൂടെ പറയുന്നത്. ഇനി അടുത്തതായിട്ട് വരുന്ന ഒരു കവിതയാണ് റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ആഫ്റ്റർ ആപ്പിൾ പിക്കിംഗ് എന്ന് പറയുന്ന കവിത. ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത് എന്താണ്? ആപ്പിൾ തോട്ടത്തിലെ ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ അയാൾ സംസാരിക്കുന്ന പോലെ, അയാൾ നമ്മളോട് സംസാരിക്കുന്നത് പോലെയാണ് ഇതിൽ സംസാരിക്കുന്നത്. അപ്പോൾ റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ഈ ഒരു കവിതയിൽ പറയുന്നത് ഇങ്ങനെയാണ്: അദ്ദേഹം ആ ഒരു ദിവസം മുഴുവൻ രാവിലെ മുതൽ രാത്രി വരെ എന്ത് ചെയ്തിട്ടുണ്ട്? ആ ഒരു ആപ്പിൾ പിക്ക് ചെയ്തിട്ടുണ്ട്, ആപ്പിൾ തോട്ടത്തിൽ എന്താണ് ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ വളരെ ക്ഷീണിതനായിട്ട് അദ്ദേഹം വിശ്രമിക്കാനും ഉറങ്ങാനും വേണ്ടി ഒരുങ്ങുകയാണ്. അങ്ങനെ വിശ്രമിക്കുന്നതിനും ഉറങ്ങാനൊക്കെ തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന് ആദ്യം മനസ്സിൽ വരുന്നത് എന്താണ്? ആപ്പിൾസ് ആണ് മനസ്സിൽ വരുന്നത്. അതുപോലെ തന്നെ ആ ഒരു ആപ്പിൾ തോട്ടവും ആപ്പിൾ മരങ്ങളും ഒക്കെ തൻ്റെ കൺമുന്നിൽ ഇപ്പോഴും കാണുന്നത് പോലെയാണ് അദ്ദേഹത്തിന് തോന്നുന്നത്. അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് രാവിലെ മുതൽ രാത്രി വരെ അദ്ദേഹം ജോലി ചെയ്യുകയാണ് അല്ലേ. അങ്ങനെ രാവിലെ മുതൽ രാത്രി വരെ അദ്ദേഹം ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ്, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എപ്പോഴും ആ ഒരു ആപ്പിൾ ട്രീസ്, ആപ്പിൾസ്, ആ ഒരു തോട്ടം, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എപ്പോഴും ആ ഒരു ചിന്ത മാത്രം വരുന്നത് എന്ന് പറയുന്നത്. അതായത് ആ ഉറക്കം ഒരു സാധാരണ ഉറക്കമല്ല എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? അത്രയും ക്ഷീണിതനായിട്ട് അങ്ങനെയാണ് അദ്ദേഹം കിടന്നുറങ്ങുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഇത്രയും ആഴത്തിലുള്ള ഒരു ഉറക്കമാണോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകും. കാരണം അത്രയും ജീവിതത്തിൽ നമ്മൾ അത്രയും പ്രവർത്തിക്കുകയും ക്ഷീണിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വേണം? നമുക്ക് വിശ്രമം വേണം എന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു കവിതയിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്: അതായത് നമ്മൾ ജനിച്ചത് മുതൽ ഒരു പ്രായം വരെ എന്തുണ്ടായിരിക്കും, നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് കുറച്ചൊരു സേഫ് സോണിലായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം മുഴുവൻ നമ്മൾ വർക്ക് ചെയ്യായിരിക്കും. നമ്മുടെ ഒരു കോളേജ് കാലഘട്ടം കഴിഞ്ഞത് മുതൽ, നമുക്കൊരു ജോലി ലഭിച്ചത് മുതൽ നമ്മൾ എന്ത് ചെയ്യും? വർക്ക് ചെയ്യായിരിക്കും. അന്ന് മുതൽ പിന്നെ മരണം വരെ എന്തുണ്ടായിരിക്കും? നമുക്ക് ആ ഒരു ജോലി ചെയ്യാന്നുള്ള കാര്യം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ ജോലി ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് തന്നെയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? വിശ്രമിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു കവിതയിൽ പറയുന്നത്. അപ്പോൾ ചെറിയ ചെറിയ കവിതകളാണ് കേട്ടോ, അങ്ങനെ വലിയ വലിയ കവിതകളൊന്നും അല്ല, ചെറിയ ചെറിയ കവിതകളാണ്. നമ്മൾ ഇതിൻ്റെ കൂടെ നോട്ട്സും കൂടിയും ഷെയർ ചെയ്യും. ഇനി അടുത്തതായിട്ട് വരുന്നത് കാംബ്രിഡ്ജ് ലേഡീസ് എന്ന് പറയുന്ന കവിതയാണ്. ഈ കമ്മിങ്സ് ആണ് കാംബ്രിഡ്ജ് ലേഡീസ് എന്ന് പറയുന്ന ആ ഒരു കവിത എഴുതിയിട്ടുള്ളത്. അതായത് അപ്പർ ക്ലാസ് സൊസൈറ്റിയിലുള്ള വുമനെ കുറിച്ചിട്ടാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അതായത്
ആ ഒരു സൊസൈറ്റിയിലുള്ള വുമൺ എങ്ങനെയായിരുന്നു, ഒരു പരിഹാസ രീതിയിലായിരുന്നു ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നത്. പുറമെ നിന്ന് നോക്കുമ്പോൾ അവരെ കാണുമ്പോൾ എന്താണ്, വളരെ ഭക്തിയുള്ളവരായി വളരെ നല്ലവരായിട്ടാണ് ആളുകൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ വളരെ സംസ്കാരമുള്ള ലേഡീസ് ആയിട്ടായിരുന്നു ഇവർക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ പുറമേയുള്ള ആളുകൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവരുടെ ജീവിതം എങ്ങനെയാണ്, വളരെ വ്യത്യസ്തമാണെന്നാണ് പറയുന്നത്. പുറമെ നിന്ന് നോക്കുന്ന പോലെയല്ല ഈ ഒരു കാംബ്രിഡ്ജ് ലേഡീസ് എന്ന് പറയുന്ന ആ ഒരു ലേഡീസിൻ്റെ ജീവിതം എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അവർ പലപ്പോഴും എന്താണ്, ഗോസിപ്പുകളിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു, മറ്റുള്ളവരുടെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് സ്വന്തം കാര്യങ്ങൾ നോക്കാതെ മറ്റുള്ളവരുടെ കാര്യങ്ങളായിരുന്നു അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം പുറമെ നോക്കുമ്പോൾ എന്താണ്, ഭയങ്കര റിലീജിയസ് ബിലീഫുള്ള മതപരമായിട്ടുള്ള വിശ്വാസങ്ങളുള്ള സ്ത്രീകളായിരുന്നു അത്. പക്ഷെ എന്താണ്, അവർ ഉള്ളിൽ അങ്ങനെയല്ല, അവരുടെ മനസ്സിൽ അങ്ങനെയല്ല എന്നാണ് കവി പറയുന്നത്. അതായത് പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ മതപരമായിട്ടുള്ള ചടങ്ങുകൾക്കും സാമൂഹിക ചടങ്ങുകൾക്കും അവരൊക്കെ അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷെ എന്താണ്, അത്ര അവരെ കാണിക്കുന്ന, മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുന്ന അത്ര ആത്മീയതയൊന്നും അവർക്കില്ല എന്നാണ് പറയുന്നത്. അതായത് ഈ സ്ത്രീകളുടെ ആത്മാവ് പോലും അലങ്കരിച്ചിരിക്കുന്ന വീട് പോലെയാണെന്നാണ് പറയുന്നത്. നമ്മളൊരു വീട് അലങ്കരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അത് ഭംഗിയുള്ളതാകാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എന്താണ്, നമ്മൾ പുറമെ നിന്ന് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്, അങ്ങനെയൊക്കെയല്ലേ നമ്മൾ അലങ്കരിക്കുന്നത്. നമ്മുടെ അലങ്കരിക്കുക എന്നുള്ളതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ത് തന്നെയാണ്, ആരെങ്കിലും വരുമ്പോൾ ഒന്ന് കാണണം, അതൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് തന്നെയാണ്. അപ്പം അതുപോലെയാണ് ഇവരുടെ മനസ്സ് എന്നാണ് പറയുന്നത്. കാരണം ഒരു സ്വതന്ത്ര ചിന്തയില്ലാതെ ഒരു സാമൂഹിക ചട്ടങ്ങളിലൂടെയാണ് അവർ ജീവിക്കുന്നത്. അതായത് മതപരമായിട്ടാണ് ജീവിക്കുന്നത്. പ്രത്യേകിച്ച് അവരവരുടേതായിട്ടുള്ള വേറെ ഒരു വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. എങ്ങനെയാണോ പണ്ടുള്ള ആളുകൾ ജീവിച്ചത്, എങ്ങനെയാണോ ആ നാട്ടിലെ സ്ത്രീകൾ ജീവിച്ചത്, അതേപോലെ തന്നെയായിരുന്നു അവർ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഒരു ചട്ടക്കൂടുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ആ ഒരു ചുമരുകൾക്കുള്ളിലാണ് അവർ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിലൂടെ കവി പറയുന്ന ആശയം ഇങ്ങനെയാണ്, അതായത് സുരക്ഷിതമായിട്ടുള്ളൊരു ചെറിയ ലോകത്തിനുള്ളിലാണ് അവർ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് എന്താണ്, നമ്മൾ സേഫ് സോണിലാണെന്ന് പറയൂലേ, അല്ലെങ്കിൽ കംഫേർട്ട് സോണിലാണെന്ന് പറയൂലേ, അങ്ങനെ ഒരു കംഫേർട്ട് സോണിലാണ് അവർ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് സാമൂഹിക സ്ഥാനവും, അതായത് സമൂഹത്തിലുള്ളൊരു സ്ഥാനം മാത്രമല്ല വേണ്ടത്, മതരീതികൾ മാത്രമല്ല വേണ്ടത്, മറിച്ച് എന്താണ്, നമുക്ക് ഈ ഒരു പ്രകൃതിയെയും നമ്മുടെ ചുറ്റുപാടുകളും കൂടി തിരിച്ചറിയണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി അടുത്തതായിട്ട് വരുന്ന കവിതയാണ് വലസ് സ്റ്റീവൻസ് എഴുതിയ അനക്ഡോട്ട് ഓഫ് ദ ജാർ എന്ന് പറയുന്ന കവിത. ഈ അനക്ഡോട്ട് ഓഫ് ദ ജാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, കവി പറയുന്നത് ഇങ്ങനെയാണ്, ഒരാളൊരിക്കൽ ടെന്നസിയിലെ കാട്ടിൽ ഒരു ജാറ് വെക്കുന്നത്, ജാർ അറിയില്ല നമുക്ക്, നമ്മുടെ വീട്ടിൽ ജാറൊക്കെ ഇല്ലേ, ആ ഒരു ജാറ് കൊണ്ടുപോയി വെക്കുന്നുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കുക എന്താണ്, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ ഒരു കാര്യത്തിൻ്റെ ഒരു റൂമിൻ്റെ ഒക്കെ നടുവിൽ കൊണ്ടുവന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ജാറ് വെച്ച ഭാഗം എന്ത് വിചാരിക്കും, ഇതിൻ്റെ സെൻറ്റർ ആണെന്നായിട്ടാണ് നമ്മൾ കണക്കൂട്ടുക. അതേപോലെ തന്നെയാണ് കാടിനുള്ളിൽ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു ജാറ് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ കാട് മുമ്പ് പൂർണ്ണമായിട്ടും ഒരു നിയന്ത്രണമില്ലാത്തൊരു ലോകമായിരുന്നു എന്നാണ് കവി പറയുന്നത്. അതായത് മരങ്ങൾ, പുല്ല്, ചെടികൾ എല്ലാം സ്വാഭാവികമായിട്ട് വളരുന്ന രീതിയിൽ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ജാറ് വെച്ചതോടുകൂടി എന്താണ് സംഭവിക്കുന്നത്, ആ സ്ഥലത്തിന് ഒരു കേന്ദ്ര ബിന്ദു ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. ആ ജാറ് വെച്ച സ്ഥലം മുതൽ എന്താണ്, അല്ലെങ്കിൽ ഒരു കേന്ദ്ര ബിന്ദു ഉണ്ടാകുന്ന, ജാറ് വെച്ച സ്ഥലം മുതൽ എന്നൊക്കെ പറയൂലേ, അങ്ങനെ ഒരു കേന്ദ്രം ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് ആ കാട് മുഴുവൻ ആ ജാറിനെ ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത് എന്നാണ് വിചാരിക്കുന്നത്. ആ കാട് മുഴുവൻ എന്തിനെ ചുറ്റിപ്പറ്റിയാണ് വിചാരിക്കുന്നത്, ആ ഒരു ജാറിനെ ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത് എന്നുള്ള തോന്നൽ വരുന്നു. അതായത് മനുഷ്യൻ നിർമ്മിച്ച ഒരു ചെറിയ വസ്തു പോലും പ്രകൃതിയെ ക്രമത്തിലാക്കാൻ കഴിയും, പ്രകൃതിയെ സ്ട്രക്ചേർഡ് ആക്കാൻ കഴിയുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ജാറ് എന്ന് പറയുന്നത് എന്താണ്, പ്രകൃതി ദത്തമായിട്ടുള്ളൊരു കാര്യമാണോ? പുല്ല്, അതേപോലെ ചെടി, മരം, ഇതേപോലെയുള്ളൊരു കാര്യമാണോ ജാറ് എന്ന് പറയുന്നത്? അല്ലല്ലോ. അതെന്താണ്, ജാറ് എന്താണ്, നമ്മൾ മനുഷ്യ നിർമ്മിതമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം മനുഷ്യൻ നിർമ്മിച്ച ഓരോ കാര്യങ്ങൾക്കും പ്രകൃതിയെ നിയന്ത്രിക്കാൻ കഴിയുമെന്നുള്ളത് നമ്മുടെ തോന്നൽ മാത്രമാണ്, ശരിക്കും അങ്ങനെയല്ല എന്നാണ് കവി പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ജാറ് പ്രകൃതിയേക്കാൾ ഉയർന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിലും പ്രകൃതി അല്ലെങ്കിൽ ഒരു കാടിനെ ജാറ് എന്ത് ചെയ്യുന്നുണ്ട്, കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും ഒരിക്കലും എന്തല്ല, ജാറ് ആ ഒരു പ്രകൃതിയെ കൺട്രോൾ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ എന്താണ്, അതിൻ്റെ ഒരു കേന്ദ്ര ബിന്ദു ജാറ് ഒന്നുമല്ല എന്നാണ് പറയുന്നത്. പ്രകൃതിയെ പോലെ എന്തല്ല, ഇപ്പോൾ പ്രകൃതിയിൽ എന്തുണ്ട്, മരങ്ങളുണ്ട്, ചെടികളുണ്ട്, പൂക്കളുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ ആ ഒരു ജാറിന് എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ? ഇല്ല. ജാർ എന്താണ്, ആ വെച്ച അതേപോലെ തന്നെ ഇരിക്കുക. ഇനി ആരെങ്കിലും വന്നത് മാറ്റിയാൽ മാത്രമുള്ള അതിനൊരു മാറ്റം ഉണ്ടായിരിക്കുക. അല്ലെങ്കിൽ അതുമ്പോൾ ജസ്റ്റ് ഒന്ന് പെയിൻ്റ് അടിച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും വരച്ചാലോ ഒക്കെ മാത്രമാണ് അതിന് മാറ്റം ഉണ്ടായിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, അതിനൊരു മാറ്റം ഉണ്ടായിരിക്കുക. പക്ഷെ പ്രകൃതി അങ്ങനെയാണോ?
ഒരുപാട് മാറ്റങ്ങൾ പ്രകൃതിക്ക് വരും എന്നാണ് പറയുന്നത്. അപ്പം നമ്മളോട് ചോദിക്കുകയാണ്, മനുഷ്യനിർമ്മിതമായിട്ടുള്ള സംസ്കാരമാണോ ഏറ്റവും ഉയർന്നത് അല്ലെങ്കിൽ പ്രകൃതിയാണോ ഏറ്റവും ഉയർന്നത് എന്നാണ് ചോദിക്കുന്നത്. ശരിക്കും എന്താണ്, പ്രകൃതി തന്നെയാണ് ഏറ്റവും മഹത്തായത്, പ്രകൃതി തന്നെയാണ് ഏറ്റവും ഉയർന്നത്. അപ്പം നമ്മൾ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് വരൂലേ, ആ ഡിസാസ്റ്റേഴ്സ് ദുരന്തങ്ങൾ വരുന്ന സമയത്ത് എന്താണ്, പ്രകൃതി ദുരന്തങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് മനുഷ്യന്മാർക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയണില്ല. അതിൻ്റെ മുമ്പ് നമുക്ക് എന്ത് വിചാരിക്കും, നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുമെന്ന് വിചാരിക്കും. പക്ഷെ എന്താണ്, പ്രകൃതി ദുരന്തങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, കൺട്രോൾ ചെയ്യാൻ കഴിയൂല. പ്രകൃതി തന്നെയാണ് എന്ത് ഏറ്റവും വലുതായി ഏറ്റവും ഗ്രേറ്റ് ആയി നിൽക്കുന്നത് എന്നാണ് അദ്ദേഹം ഈ ഒരു കവിതയിലൂടെ പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് സിൽവിയ പ്ലാത്തിന്റെ ലേഡി ലസാറസ് എന്ന് പറയുന്ന കവിത. ഈ ലേഡി ലസാറസ് എന്ന് പറയുന്നത് ബൈബിളിലുള്ള ഒരു ക്യാരക്ടറാണ്. അതായത് മരിച്ചതിന് ശേഷം യേശുവിൻ്റെ കഴിവ് കൊണ്ട് അല്ലെങ്കിൽ യേശുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഉയർത്തെഴുന്നേറ്റ ഒരാളാണ്, അല്ലെങ്കിൽ ജീവൻ ലഭിച്ച ഒരാളാണ് ലേസറസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ലേഡി ലേസറസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് സിൽവിയ പ്ലാത്ത് പറയാണ്, താൻ ഒരിക്കൽ മരിച്ചു പോയിട്ടുണ്ട്, വീണ്ടും എന്താണ് ഉയർത്തെഴുന്നേൽക്കുകയാണ്. നമ്മൾ പറയൂലേ മനസ്സുകൊണ്ട്, ശരീരം മാത്രമുള്ളൂ, മനസ്സുകൊണ്ട് മരിച്ചതാണെന്ന് പറയൂലേ, അതന്നെയാണ് ഇവിടെ സിൽവിയ പ്ലാത്തും ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു സ്ത്രീ ഒരിക്കൽ മാത്രമല്ല, പല തവണയും മരിക്കുമെന്നാണ് പറയുന്നത്, പിന്നീട് വീണ്ടും ഉയർത്തെഴുന്നേൽക്കും എന്നാണ് പറയുന്നത്. കാരണം സ്ത്രീകൾ അന്നത്തെ കാലഘട്ടത്തിൽ അനുഭവിച്ചിരുന്ന മാനസിക സംഘർഷം, കനത്ത വേദന, അതുപോലെ തന്നെ എന്താണ് അവരുടെ സ്ട്രഗിളുകൾ, ഇതൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും അവൾ തകർന്നു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും എന്തില്ല, അവൾ പൂർണ്ണമായിട്ടും മരണത്തിന് കീഴടങ്ങുന്നില്ല, അവൾ വീണ്ടും വീണ്ടും ഉയർത്തെഴുന്നേൽക്കുകയാണ് എന്നാണ് സിൽവിയ പ്ലാത്ത് പറയുന്നത്. അവൾ പലപ്പോഴും തകർന്നു പോയി, അവൾക്ക് തോന്നി എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നി, പക്ഷെ എന്താണ് പിന്നീട് ഉയർത്തെഴുന്നേറ്റു എന്നാണ് പറയുന്നത്. അതായത് ജീവിതത്തിൽ നമ്മൾ സ്ത്രീകൾ പല സമയങ്ങളിലും പൂർണ്ണമായിട്ടും തകർന്നു പോയൊരവസ്ഥയൊക്കെ ഉണ്ടായിരിക്കും. ആ ഒരു അവസ്ഥയിൽ എന്താണ് വീണ്ടും ഉയർത്തെഴുന്നേൽക്കും എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല ഇവളുടെ ഈ ഒരു ഇപ്പം നമ്മൾ സ്ത്രീകളുടെ ഈ ഒരു കഷ്ടപ്പാടും വേദനയും ഒക്കെ കാണുമ്പോൾ ആളുകൾ അവളെ കൗതുകത്തോടു കൂടിയാണ് നോക്കുന്നത്. ഒരു വിചിത്ര ജീവിയെ നോക്കുന്ന പോലെ, അല്ലെങ്കിൽ വിചിത്ര പ്രദർശനം അവിടെ ഉള്ള പോലെയാണ് ആളുകൾ നോക്കുന്നത്. ഒരു കാഴ്ച വസ്തു മാത്രമായിട്ടാണ് സ്ത്രീയെ കാണുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ കവിതയുടെ അവസാനം അവൾ പറയാണ്, കരിയിലകളിൽ നിന്നും ജനിക്കുന്ന ഒരു ഫിനിക്സ് പക്ഷിയെ പോലെയാണ് സ്ത്രീകൾ അവിടെ നിന്നും ഉയർന്നു പോകുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ അവൾ ഭയത്തിനടിമയല്ല. അപ്പോൾ ഒരു സ്ത്രീ ആകുമ്പോൾ എന്താണ് ഒരുപാട് പേടികൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്താണ് ഭർത്താവിനെ പേടിയുണ്ടായിരിക്കും, അച്ഛനെ പേടിയുണ്ടായിരിക്കും, ആങ്ങളെ പേടിയുണ്ടായിരിക്കും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പോൾ അവൾ ഭയത്തിനടിമയല്ല, പക്ഷെ എന്താണ് അവളെ വേദനിപ്പിച്ചവർക്കെതിരെ ശക്തിയോടുകൂടി അല്ലെങ്കിൽ ആത്മവിശ്വാസത്തോടു കൂടി അവൾ ഉയർത്തെഴുന്നേറ്റു എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ജീവിതത്തിൽ ചിലപ്പോൾ തളർന്നു പോകും, പക്ഷെ എന്താണ് നമുക്ക് വീണ്ടും ഉയർന്ന് നിലകൊള്ളാൻ കഴിയും. അതിലൂടെ നമുക്ക് എന്താണ് ഒരു ശക്തി കണ്ടെത്താൻ കഴിയും എന്നാണ് അദ്ദേഹം ഈ സിൽവിയ പ്ലാത്ത് പറയുന്നത്. അതായത് എത്ര പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് അതിനൊക്കെ മറികടക്കാനുള്ള ഒരു സ്ട്രെങ്ത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നാണ് സിൽവിയ പ്ലാത്ത് പറയുന്നത്. ഇനി ഈ ഒരു യൂണിറ്റിലെ ലാസ്റ്റ് പോമാണ് ആൻഡ്രീന റിച്ച് എഴുതിയ ഈ ഒരു സ്നാപ്ഷോട്ട്സ് ഓഫ് എ ഡോട്ടർ ഇൻ ലോ എന്ന് പറയുന്ന ആ ഒരു പോം. സ്നാപ്ഷോട്ട് ഓഫ് എ ഡോട്ടർ ഇൻ ലോ എന്ന് പറയുന്ന ഈ ഒരു കവിതയിൽ പ്രധാനമായിട്ട് പറയുന്നത്, ഒരു മരുമകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു കോൺസെപ്റ്റ് ഉണ്ടായിരിക്കുമല്ലോ. അതായത് ഒരു മരുമകൾ ഒരു വീട്ടിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, ഭർത്താവിനെ അനുസരിക്കണം, ഭർത്താവിൻ്റെ വീട്ടുകാരെ അനുസരിക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഒക്കെ ഉണ്ടല്ലോ. ആ ഒരു കോൺസെപ്റ്റിനെയാണ് ഇവിടെ ഈ ഒരു കവിതയിലൂടെ പരിഹസിക്കുന്നത്. അതായത് ഒരു മരുമകളുടെ ജീവിതം ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ ഒരുപാട് സ്ത്രീകളുടെ ജീവിതത്തെയാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് ഒരു വീട്ടിൽ പുരുഷന്മാരായിരിക്കും കൺട്രോൾ ചെയ്യുന്നത്, ആ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഈ കവിതയിൽ പറയുന്നതാണ് കേട്ടോ ഞാൻ പറയുന്നത്. ആ ഒരു വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ പുരുഷന്മാരായിരിക്കും നോക്കിയിട്ടുണ്ടായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വന്ന മരുമകൾക്ക് എന്തില്ല, അവിടെ തൻ്റേതായിട്ടുള്ളൊരു ഇടമില്ല, അല്ലെങ്കിൽ തൻ്റേതായിട്ടുള്ള അഭിപ്രായം പറയാനൊരു സ്വാതന്ത്ര്യമില്ല എന്നാണ് പറയുന്നത്. പുറത്തുനിന്ന് ലോകം അവളെ നോക്കുമ്പോൾ എന്താണ്, അവൾ ശരിയായിട്ടുള്ളൊരു ഭാര്യയും മരുമകളും ഒക്കെ ആയിരിക്കും, നല്ലൊരു മരുമകൾ, നല്ലൊരു ഭാര്യ, ആ ഒരു പദവി അലങ്കരിക്കുന്നൊരു വ്യക്തിയായിരിക്കും. പക്ഷെ എന്താണ്, അവളുടെ ഉള്ളിൽ ആഗ്രഹങ്ങളില്ലാഞ്ഞിട്ടാണോ? ഇല്ല, എല്ലാ മനുഷ്യന്മാർക്കുള്ള പോലെ അവളുടെ ഉള്ളിൽ എന്തുണ്ട്, ആഗ്രഹങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ അത് തുറന്ന് പറയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരം അവൾക്ക് ആ ഒരു വീട്ടിൽ നിന്നും ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അത് തുറന്നു പറയാൻ, തൻ്റെ ആഗ്രഹങ്ങളും അഭിപ്രായങ്ങളും തുറന്നു പറയാനും നടപ്പാക്കാനും അവൾക്ക് അനുവാദമില്ല ആ വീട്ടിൽ എന്നാണ് പറയുന്നത്. അതായത് ചെന്ന് കയറിയ വീടല്ലേ എന്നുള്ള ആ ഒരു കാര്യം ഉണ്ടാവുമല്ലോ, അതാണ് അവളെ തളർത്തുന്നത് എന്നാണ് പറയുന്നത്. ആ ഒരു വീട്ടിൽ, ഭർത്താവിൻ്റെ വീട്ടിലെ നിയമങ്ങളും ശീലങ്ങളും പാലിക്കേണ്ട ഒരാളായിട്ടാണ് അവളെ ആളുകൾ കാണുന്നത്. അതായത് അവൾക്ക് അവളുടേതായിട്ടുള്ളൊരു വ്യക്തിത്വമില്ല എന്നുള്ള രീതിയിലാണ് ആളുകൾ അവളോട് പെരുമാറുന്നത്. അപ്പോൾ കവിതയിലൂടെ ഇതാണ് വിമർശിക്കുന്നത്. അതായത് സ്വന്തം വ്യക്തിത്വത്തെ
ഹനിക്കുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഒരു മരുമകൾ എന്നുള്ള രീതിയിൽ നമ്മൾ പെരുമാറുമ്പോൾ നമ്മൾ നമ്മളല്ലാതെ ആയിട്ടാണ് പെരുമാറുന്നത്. അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ ചട്ടക്കൂടുകൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പെരുമാറുന്നത്. ഒരു സ്ത്രീ സ്വന്തം വീട്ടിൽ നിന്നും വേറൊരു വീട്ടിലേക്ക് പോകുമ്പോൾ ആ വീട്ടിലെ ശീലങ്ങളും ആ വീട്ടിലെ നിയമങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നതിനെയാണ് ഇവിടെ ആൻഡ്രീന റിച്ച് എന്ത് ചെയ്യുന്നത്, പരിഹസിക്കുന്നത്. ഇത് അനേകം സ്ത്രീകളെ റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് കേട്ടോ പറയുന്നത്. അതായത് സമൂഹത്തിൽ ഇങ്ങനെ സ്റ്റീരിയോ ടൈപ്പ് ഉണ്ടല്ലോ, അതായത് ഭർത്താവിൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഭാര്യ ചെയ്യണം എന്നുള്ള ആ ഒരു സ്റ്റീരിയോ ടൈപ്പിനെയാണ് ഇവിടെ വിമർശിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു യൂണിറ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മുടെ ഫസ്റ്റത്തെ കവിത അല്ലേ, അതിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഷെയർ ചെയ്ത് തരും. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഷോർട്ട് നോട്ട്സും കൂടി വരുന്നുണ്ട്, അതുപോലെ തീംസും അനാലിസിസൊക്കെ വെച്ചിട്ടുള്ള. അപ്പോൾ അതും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയുടെ കൂടെ ഷെയർ ചെയ്ത് തരും. അപ്പോൾ പുതിയൊരു ക്ലാസ്സുമായി വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്